നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരു വാക്കുമാറ്റമില്ല. എനിക്ക് സമ്മതം. 100 വട്ടം സമ്മതം. ഡിവോഴ്സ് പെറ്റീഷൻ എടുക്ക. ഞാൻ എവിടെ സൈൻ ചെയ്യേണ്ടത്? പറ വക്കീലെ. പറഞ്ഞ വാക്ക് ഞാൻ മാറില്ല. 75 ലക്ഷം രൂപ കൊടുക്കാൻ ഞാൻ റെഡിയാണ്. 75 ലക്ഷം രൂപ ഐശ്വര്യയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതാ സേഫ്. അതെ സർ, അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യാം. വക്കീലെ, ശ്യാമ വാക്ക് പറഞ്ഞ വാക്ക. എനിക്കാ പേടിയൊന്നുമില്ല. രൂപ ഉറപ്പായിട്ടും ശ്യാമ തരും. എവിടെ ഞാൻ സൈൻ ചെയ്യേണ്ടത് പറയൂ. ഓക്കെ, അപ്പൊ ഇനി കോടതി കാണാം. യാതൊരു പ്രശ്നമില്ലാതെ ഡിവോഴ്സ് നടക്കും. ഓക്കെ സർ, ക്യാഷ് ഞാൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തോളാം. ഓക്കെ, താങ്ക് യു സർ. ശരി. ഐശ്വര്യ, നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, നീ കാട്ടിയത് ഏറ്റവും വലിയ മണ്ടത്തരമാണെന്ന് ഞാൻ പറയൂ. ആ ഡിവോഴ്സ് പെറ്റീഷനിൽ നീ ഒരിക്കലും ഒപ്പിട്ട് കൊടുക്കരുതായിരുന്നു. ആ ശ്യാമയുടെ അതിബുദ്ധിയായതെല്ലാം. ആയിരിക്കാം. പക്ഷേ ജയേഷിന് കൊടുക്കാനുള്ള 30 ലക്ഷം രൂപ, പിന്നെ മമ്മിക്ക് എക്സ്ട്രാ 20 ലക്ഷം രൂപ, ഇതൊക്കെ ഞാൻ എവിടുന്ന് സംഘടിപ്പിക്കാനാ? അതെ, കാര്യങ്ങളൊക്കെ ശരിയാ. അരുണുമായിട്ടുള്ള ഡിവോഴ്സ് നടന്നാൽ നിന്റെ ഗതി എന്താവും? എങ്ങനെ ഇത്രയും സെറ്റപ്പിൽ പിന്നെ നീ ജീവിക്കും? അത് നീ ഓർത്തിട്ടുണ്ടോ? എന്റെ മമ്മി അതിനെല്ലാം വഴി ഞാൻ കണ്ടിട്ടുണ്ട്. എന്തു വഴി? ഡിവോഴ്സ് പെറ്റീഷനില് സൈൻ ചെയ്ത് കൊടുത്തു എന്ന് കരുതി ഇന്നോ നാളെയോ ഡിവോഴ്സ് നടക്കില്ലല്ലോ. കോടതിയിൽ അരുണിനോട് ഞാനൊരു വലിയ തുക ജീവനാംശം ചോദിക്കും. എനിക്കും മമ്മിക്കും 2 തലമുറ അടിച്ചു പൊളിച്ച് കഴിയാനുള്ള അത്രയും തുക. പിന്നെ ഡിവോഴ്സ് കഴിഞ്ഞാലും അരുൺ അശ്വതിയുടെ ഒപ്പം സുഖിച്ച് കഴിയില്ല. അശ്വതി ജയേഷിനൊപ്പം ജീവിക്കും. അതിനുള്ള വഴി ഞാനും ജയേഷും കണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പോ നമുക്ക് വേണ്ടത് മണി പവറാ. അത് ഞാൻ നേടിയെടുക്കും, ആനന്ദ നിലയത്തിൽ നിന്ന് തന്നെ. ഞാൻ എല്ലാം നേടി ആനന്ദ നിലയത്തിൽ നിന്ന് ഇറങ്ങുന്ന നിമിഷം ആ കുടുംബത്തിലെ എല്ലാവരുടെയും തകർച്ച ഉറപ്പാ. അതിനുള്ള പ്ലാനിങ്ങിലാ ഞാൻ. എന്റെ പ്രതികാരം അത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.